Hello friends, welcome back to my channel. This is me Manasa and you're watching my channel Creative Builder. കർണാടകയിലെ ഷിരൂരിലെ അങ്കോല എന്ന സ്ഥലത്ത് നടന്ന ലാൻഡ് സ്ലൈഡിനെ പറ്റി ഇതിനോടകം തന്നെ ഏവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം ബാക്കിയാണ്. അർജുൻ എന്ന യുവാവ് എവിടെയാണ് റെസ്ക്യൂ ഓപ്പറേഷന് പാകപ്പിഴവ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. ആദ്യം തന്നെ എല്ലാവരും ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് അർജുനെ കണ്ടെത്താൻ പ്രയത്നിക്കാം. അർജുൻ എവിടെ എന്നൊരു ചോദ്യത്തിന് നമുക്ക് നോക്കാം. AI കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഗംഗാവലി നദിയുടെ തീരത്തായിട്ടാണ് ഈ ട്രക്കും അർജുനും കണ്ടെത്താനുള്ള സാധ്യത. ഇതുവരെ അങ്ങനെയായിരുന്നു നിഗമനം. എന്നാൽ ട്രക്ക് കണ്ടെത്തിയത് പുഴയിലാണ്. എന്തുകൊണ്ട് അങ്ങനെ? നമുക്ക് നോക്കാം. 180 മീറ്റർ അടി നീളവും അതേപോലെ 200 മീറ്റർ വീതിയുമാണ് ആ മലയ്ക്ക് ഉള്ളത് എന്നാണ് കണക്ക് പ്രകാരം. അങ്ങനെയുള്ള ആ ഒരു മൗണ്ടെയിന് ഈ 40 ടൺ മാസ് വരുന്ന ഈ ട്രക്കിനെ എത്രത്തോളം നീക്കാൻ സാധിക്കും? ആ ഒരു കണക്കിലാണ് അവർ ആ ഒരു പ്രദേശം, ആ ഒരു സ്പോട്ട് ലൊക്കേറ്റ് ചെയ്തത്. പക്ഷെ അവിടെ അവർ അവോയ്ഡ് ചെയ്ത 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, മണ്ണ് മാത്രമല്ല ഇടിഞ്ഞു വീണത്, മണ്ണിനോടൊപ്പം വെള്ളവും ഉണ്ടായിരുന്നു. ഈ ഒരു ഫാക്ടർ നമുക്ക് മിസ് ചെയ്യാനേ പറ്റില്ല. കാര്യം ആ ഒരു അത്രയും വെള്ളം കൂടി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഫ്രിക്ഷൻ, അതായത് അതിൻ്റെ തീരത്തായിട്ട്, അതായത് ഗംഗാവലിയുടെ തീരത്തായിട്ട് കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു ഇത് തടസ്സം കാരണം അവിടെ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു എന്നായിരുന്നു നിഗമനം. പക്ഷെ ഈ വെള്ളം കൂടെ നിന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഫ്രിക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ കുറയുന്നതിന്റെ ഫലമായിട്ട് തന്നെ അവിടെ ആക്സിലറേഷൻ കൂടുകയാണ്. സോ ആക്സിലറേഷൻ കൂടുന്നത് പ്രകാരം നമുക്ക് കൂടുതൽ മീറ്റർ അത് തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം വിട്ടുപോയൊരു ഫാക്ടറാണ്. അതേപോലെ ഈ ഉത്തര കന്നഡ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രെയിനേജ് ബേസിനാണ്. സോ അവിടെ ഇപ്പൊ ലാൻഡ് സ്ലൈഡിൽ ഇപ്പൊ ഇത്രയും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായെങ്കിൽ പോലും അവിടെ അടിയൊഴുക്ക്, ആ ഒരു ഗംഗാവലിയിൽ അടിയൊഴുക്ക് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കുറച്ച് ഒബ്സ്ട്രക്ഷൻ വരുന്നെങ്കിൽ തന്നെ, അതായത് വാട്ടറിന്റെ പ്രഷർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സോ ആ വാട്ടറിന്റെ പ്രഷർ കൂടി അത് ഓവർഫ്ലോ ആയി ഒരുപാട് ഭാഗം വെള്ളത്തിലോട്ട് പോകാനാണ് കൂടുതലും സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് 60 മീറ്റർ അകലെ അത്രയും മണ്ണ് അവിടെ കൂടി കിടക്കാൻ സാധ്യത. കാര്യം അത്രയും ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്യാനും അതൊരു സാധ്യത തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ ഒരു കാര്യം അവിടെ അവർ അവോയ്ഡ് ചെയ്ത 2 ഫാക്ടറാണ്. സോ ഇപ്പം ഒരു നിഗമനം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പുഴയിലാണ്. സോ ഒന്നെങ്കിൽ 2 സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ അർജുൻ അർജുൻ പുഴയിലായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ 60 മീറ്റർ അകലെയുള്ള ആ ഒരു മൺകൂനയിൽ. ഈ ഒരു 2 സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി എന്തുകൊണ്ട്, എവിടെയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷന് പാകപ്പിഴവ് സംഭവിച്ചത് എന്നാൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അവിടെ മാത്രമാണ് അവർ തെരച്ചിൽ ആരംഭിച്ചത്. അതായത് ലാൻഡ് ഏരിയയിൽ മാത്രമാണ് അവർ തെരച്ചിൽ ആരംഭിച്ചത്. ആദ്യം അത്രയ്ക്കും വലിയ എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, മാൻ പവർ മാത്രമേ ഉണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ മിസ്റ്റേക്ക്. നമ്മൾ ഏതൊരു അപകടം ഉണ്ടാവുമ്പോഴും എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ആക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരുന്നു ആലോചിക്കേണ്ടത്. പക്ഷേ അത് റെസ്ക്യൂ വളരെ ഡിലേ ആയത് ഇവിടെ ഒരു വലിയൊരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ലാൻഡ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തു. ലാൻഡ് ഏരിയയുടെ ഒപ്പം തന്നെ ആ ഗംഗാവലി റിവറിലും 2 ഒരേപോലെ ഊർജിതമായിട്ട് അന്വേഷിക്കണമായിരുന്നു. അവിടെ 2 ഒരേപോലെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയില്ല. അതാണ് ഇവിടുത്തെ അടുത്തൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ 2 ഒരേപോലെ ഒരേ ടൈമിൽ 2 ഒരേപോലെ നടത്താൻ പറ്റിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടായേനെ. നമ്മൾ മലയാളികൾ കാത്തിരിക്കുന്ന പോലെ ഒരു ശുഭപ്രതീക്ഷ നമ്മളെ തേടി എത്തിയേനെ ആയിരുന്നു. ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഓരോ ടൈമും ഓരോ സെക്കൻഡ് അത്രയ്ക്കും വിലപ്പെട്ടതാണ്. ഇവിടെ വേറൊരു അനാസ്ഥ നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇത്രയ്ക്കുള്ള എക്യുപ്മെന്റ്സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസോ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ഡിലേ ഇവിടെ നമുക്ക് നല്ല രീതിക്ക് കാണുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു അപകടം മുൻകൂട്ടി കാണാനും അതിനുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനും ഒരു തകരാറ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു തകരാറാണ് ഒരു പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ശരിയായ രീതിക്ക് പാസ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടത്തിൽ പെട്ടുപോലും പോകില്ലായിരുന്നു.
ആ ഒരു സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനി അപകടങ്ങൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം, പക്ഷെ അത് മുൻകൂട്ടി കാണാനും അതിനുള്ള ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ വലിയ അപകടങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇത്രയും മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നമുക്ക് ആ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം ഒരു ചെറിയ രീതിക്ക് തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. ആ സമയം കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഇവിടെ സാധിച്ചിട്ടില്ല. തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥലം വളരെ എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയ ആണെന്ന് ഒരുപാട് റിസർച്ച് കാണിച്ചിട്ടുണ്ട്. ഹൈലി പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ് എക്സെട്ര. സോ ഇങ്ങനൊരു ഏരിയയിൽ ഹൈവേ നിർമ്മിച്ചു. ഒരു എക്കണോമിക് ഫ്രണ്ട്ലി അല്ലാത്ത കൺസ്ട്രക്ഷൻ വർക്ക്സ്, ശാസ്ത്രീയമായ നവീകരണങ്ങൾ, ഇത് ആ ഒരു പ്രദേശത്തെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. അതും ഒരുപാട് റിസർച്ചുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും റിസ്ക് ഉള്ള ഒരു ഏരിയയിൽ ഇപ്പോൾ തന്നെ നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ സമയത്ത് പോലും അവിടെ വലിയ വലിയ വണ്ടികൾ എത്തിച്ചേരാനോ റെസ്ക്യൂ ചെയ്യാനോ മണ്ണിടിക്കാനോ എടുക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം അവിടെ എന്തെങ്കിലും ഒരു വേവ് ലെങ്തിൽ ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു പാർട്ടിയിൽ നിന്ന് അടുത്തൊരു ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇനി ഇപ്പൊ നമ്മളെല്ലാവരും ഡെവലപ്മെന്റിന്റെ പുറകെയാണ്. ഇങ്ങനെ ഡെവലപ്മെന്റിന്റെ പുറകെ പോകുമ്പോഴും ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിരിക്കാം, അതൊരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്താൻ പാടുള്ളൂ. കാരണം നമുക്കൊരിക്കലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തടഞ്ഞു വെക്കാൻ പറ്റില്ല, അത് സംഭവിക്കും. പക്ഷെ അതിനെ ഒരിക്കലും നമ്മൾ ട്രിഗർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് ട്രിഗറായി ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായത്. നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്ററിനെ തടയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ഇത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണോ എന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഒരു കൺസ്ട്രക്ഷൻ നടത്തുക. അവിടെ ഉത്തര കന്നഡയിൽ നടന്ന ഈ ഒരു അനുഭവം നമുക്ക് ഏവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി ഇത്തരം ഒരു അപകടം ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ഈ അപകടത്തിൽ നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്തൊക്കെ പോരായ്മകളാണോ ഉണ്ടായത് അതൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട മെഷേഴ്സ് എല്ലാം എടുത്ത് ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ്, ഒരു റെസ്ക്യൂ ടീം തന്നെ ഉണ്ടാവട്ടെ. പുറകെ നടക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, പ്രകൃതി എന്നൊരു സത്യം ഇവിടെ ഉണ്ട്. എപ്പോഴും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷനെ മാത്രം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രകൃതി ഇതുപോലും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഒരു കാര്യം എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ തിരിച്ചു കിട്ടട്ടെ.